ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ യു എയിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പരിശോധിക്കുന്നത്. അത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, എംപ്ലോയീസിനും, അതുപോലെ തന്നെ ഇനിയും അവിടെ ജോലി തേടി പോകുന്ന പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ ജോലി തേടി പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, വിസ പുതുക്കാൻ ഇനി ഇൻഷുറൻസ് നിർബന്ധം. ഇൻഷുറൻസ് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെഡിക്കൽ അല്ല, ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് UAE-യിൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വിസ പുതുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസ പുതുക്കാൻ മാത്രമല്ല, വിസ പുതിയ വിസ എടുക്കുവാനും, അതുപോലെ തന്നെ റിന്യൂവൽ ടൈം, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അവിടെ എന്താണ്. അപ്പോൾ തൽക്കാലം അബുദാബിയിലും ദുബായിലും ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ അവർ അവരുടെ 5 എമിറേറ്റ്സിലേക്കും, ഈ പറഞ്ഞ മൊത്തം 7 എമിറേറ്റ്സ് ആണല്ലോ UAE-യിലുള്ളത്. അപ്പോൾ മറ്റ് എമിറേറ്റ്സുകളിലേക്കും ഈ നിയമം അവരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റ് 7 എമിറേറ്റ്സുകളെ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ അത് നിർബന്ധമാക്കുന്ന ഒരു നിയമം UAE ഗവൺമെൻറ് പ്രാബല്യത്തിൽ വരുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൽക്കാലം ഇതുവരെ അബുദാബിയും ദുബായ് എന്നീ എമിറേറ്റ്സുകളിൽ മാത്രമായിരുന്നു ഈ നിയമം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അബുദാബിയിലും ദുബായിലുള്ള തൊഴിലാളികൾക്ക് മാത്രം മതിയായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിയമമെങ്കിൽ, ഇനി മറ്റുള്ള 5 എമിറേറ്റ്സിലേക്കും ഈ നിയമം കൊണ്ടുവരികയും അങ്ങനെ UAE മൊത്തം ഈ നിയമം ഈ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കമ്പൽസറി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്. മറ്റ് എമിറേറ്റ്സ് നമുക്കറിയാം, ഷാർജ, അജ്മാൻ, ഉമൽ ഖൊയ, റാസുൽ ഖൈമ, ഫിജറ എന്ന് പറയുന്ന 5 എമിറേറ്റ്സുകളുണ്ട്. ആ 5 എമിറേറ്റ്സും ദുബായ്, അബുദാബിയുടെ കൂട്ടി 7 എമിറേറ്റ്സുകളാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്കും കൂടി നിയമം വ്യാപിപ്പിക്കാം. അപ്പം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, അതായത് പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീട്ടുജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ തുടങ്ങിയ തലത്തിലുള്ള എല്ലാവർക്കും ഈ നിയമം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പം അവർക്ക് അവരുടെ തൊഴിൽദാതാക്കൾ, എംപ്ലോയർ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുന്ന കമ്പനിക്കാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മസ്റ്റായിട്ടും എടുക്കണം. അതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് തൊഴിൽ വിസ പുതുക്കുന്നതിനും അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റിനും ഈ ഇൻഷുറൻസ് നിർബന്ധമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് UAE സർക്കാർ ഇതിനെ പറ്റിയുള്ള തീരുമാനം എടുത്തത്. അപ്പം അവരുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഫെഡറൽ അതോറിറ്റി, അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിപ്പം ഈ വെബ്സൈറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റിസേഷൻ എന്നുള്ള വെബ്സൈറ്റിലാണ് ഇങ്ങനൊരു റിപ്പോർട്ട് അവരുടെ ഒരു ഡിസംബർ 16 പബ്ലിഷ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ എടുത്ത തീരുമാനമാണത്. MOHRE, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റിസേഷൻ ലോഞ്ചസ് കോമ്പറ്റേറ്റീവ്ലി പ്രൈസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ളൊരു അവരുടെ വെബ്സൈറ്റ് വന്നൊരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവരുടെ എല്ലാ പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള എല്ലാ വർക്കേഴ്സിനും, ഷാർജ, അജ്മാൻ, ഉമൽ ഖൈവ, റാസുൽ ഖൈമ, ഫുജൈറ 1 ജാനുവരി 2025 മുതൽ, ഈ മാസം ജാനുവരി 1 തീയതി മുതൽ ഈ ദുബായ്, അബുദാബി നേരത്തെ നിലവിലുണ്ടായിരുന്നു, അതോടെ കൂട്ടി UAE-യുടെ എല്ലാ ഭാഗങ്ങളിലും ഇത് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 100% വർക്കേഴ്സിനും UAE-യിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടും, അല്ലെങ്കിൽ കിട്ടണമെന്നുള്ളൊരു നിയമം അവർ കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അബുദാബിയിലും ദുബൈയിലും അത് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിലെ പ്രൈവറ്റ് കമ്പനീസോ അതെല്ലാം ഡൊമസ്റ്റിക് വർക്കേഴ്സും വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മാൻഡേറ്ററി ആക്കിയിരുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
2020 അപ്പൊ ഇത് ബാധകമാകുന്ന ആർക്കെല്ലാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE എല്ലാ എമിറേറ്റ്സുകളിലെയും സ്വകാര്യ കമ്പനി ജീവനക്കാര്, വീട്ടുജോലിക്കാര്, അവർക്കാണ് ഇത് ബാധകമാകുന്നത്. അപ്പം സ്വകാര്യ മേഖലയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, അത് UAE റെസിഡന്റ് ആണെങ്കിലും ശരി, അല്ലാതെ നമ്മളെ ഇവിടുന്ന് ജോലി തേടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോലി തേടി വരുന്ന ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും ശരി, എല്ലാവർക്കും പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസിനും ഡൊമസ്റ്റിക് വർക്കേഴ്സിനും ഇത് പിന്നെ കമ്പൽസറി ആണത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വ്യക്തിഗതമായിട്ടുള്ള ഇൻഷുറൻസും അതുപോലെ തന്നെ കുടുംബമായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസും നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പനികളുടെ കാര്യത്തിൽ തൊഴിലുടമയാണ് ജീവനക്കാർക്കുള്ള പോളിസികൾ എടുക്കുന്നത്, നമുക്കറിയാൻ പറ്റും. എംപ്ലോയേഴ്സാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീവനക്കാരുടെ റെസിഡന്റ് പെർമിറ്റ് അല്ലെങ്കിൽ വിസ പുതുക്കാൻ സമയമാകുമ്പോൾ അതിനോടൊപ്പം ഈ ഇൻഷുറൻസ് പോളിസിയുടെ ഡോക്യുമെന്റ്സ്, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഡോക്യുമെന്റ് സമർപ്പിച്ചാൽ മാത്രമേ വിസ പുതുക്കി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പെർമിറ്റ് പുതുക്കി നൽകത്തില്ല. അപ്പോൾ ജാനുവരി 1 മുമ്പ് ഇഷ്യൂ ചെയ്ത പെർമിറ്റുകൾ അല്ലെങ്കിൽ വിസ അവർക്കിപ്പോൾ ബാധകമല്ല, ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ വിസ പുതുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി, ഇപ്പോൾ എന്ന് പറയുന്ന എംപ്ലോയി ഉണ്ട്. അപ്പം ആ എംപ്ലോയി തൊഴിലാളിക്ക് ഇപ്പം 2024 ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ വർക്കറിൻ്റെ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ വിസ തീർന്നു കഴിയുമ്പോൾ വിസ പുതുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് പോളിസി കമ്പൽസറി ആയിട്ട് എടുത്ത് ആ ഇൻഷുറൻസ് പോളിസിയുടെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ വിസ പുതുക്കി കിട്ടുള്ളൂ. ഇനി അതല്ല, പുള്ളിക്കാരന് ആ ജോലി വിട്ടിട്ട് മറ്റൊരു കമ്പനിയിൽ ഇനി അടുത്ത ഈ പറഞ്ഞ 2025 ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2026 ജോലി തേടി മറ്റൊരു കമ്പനിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ അവിടെ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് നിയമം എന്ന് പറഞ്ഞത്. അതായത് 2025 ജാനുവരി 1 മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള വർക്ക് പെർമിറ്റിനും വിസയ്ക്കും ഒന്നും മെഡിക്കൽ ഇപ്പോൾ എടുത്തില്ലേ കുഴപ്പമില്ല. പക്ഷേ അവരുടെ വിസ വർക്ക് പെർമിറ്റ് പുതുക്കാൻ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് പോളിസി കമ്പൽസറി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ രണ്ട് കൂട്ടർക്ക്, അതായത് സ്വകാര്യ കമ്പനി ജീവനക്കാർക്കും വീട്ടു ജോലി ചെയ്യുന്നവർക്കും ഇത് കമ്പൽസറി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും ഇതിനകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോളിസി 2 വർഷത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം വിസ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിച്ചേക്കുക, വിസ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, വിസ ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ല, വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിസയുടെ കാലാവധി 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ആയിരിക്കട്ടെ, ഡിപ്പെൻസ് ഓൺ. അപ്പോൾ ഈ 2 വർഷത്തിന് മുമ്പ് എംപ്ലോയർ വിസ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ വർഷത്തെ അടച്ച ഇൻഷുറൻസ് പ്രീമിയം അത് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ ഇൻഷുറൻസ് പാക്കേജ് 320 ദിർഹംസാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ ഇവിടെ പറയുന്നുണ്ട് ഏകദേശം 7360 അങ്ങനെയാണ് നോക്കട്ടെ, 7360 രൂപയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്കുള്ള കുറഞ്ഞ പ്രീമിയം തുക 320 ദിർഹമാണ്. അപ്പോൾ 64 വയസ്സ് വരെ ഉള്ളവർക്ക് മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. 64 വയസ്സ് കഴിഞ്ഞവർക്ക് പോളിസി എടുക്കണമെങ്കിൽ അവർക്ക് മെഡിക്കൽ ഡിസ്ക്ലോഷർ ഫോം ഇവിടെ പറയുന്നുണ്ട്. ദോസ് ഓവർ ദിസ് ഏജ് എന്ന് വെച്ചാൽ 64 വയസ്സിന് മുകളിലുള്ളവർക്ക് മെഡിക്കൽ ഡിസ്ക്ലോഷർ ഫോമും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പോളിസി എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. 1 മുതൽ 64 വയസ്സ് ഏതായാലും നമുക്കറിയാം, 1 വയസ്സുള്ളതും 10 വയസ്സുള്ളതും 15 വയസ്സുള്ളതും ആരും ജോലിക്ക് പോകത്തില്ല അവിടെ. പക്ഷേ 1 മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കുന്നതിന് വേണ്ടി മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല, മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. 64 വയസ്സ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇൻഷുറൻസ് തീർച്ചയായിട്ടും ലഭിക്കത്തുള്ളൂ. അപ്പം വിവിധ എമിറേറ്റ്സുകളിൽ, അതായത് ഈ 7 എമിറേറ്റ്സുകളിലായിട്ട് 7 ആശുപത്രികൾ, 46 ക്ലിനിക്കുകൾ, 45 ഫാർമസികൾ ഈ സിസ്റ്റത്തിലുള്ള, ഇപ്പോൾ ഈ സിസ്റ്റത്തിന് അതിൽ ഇക്കോ സിസ്റ്റത്തിലുള്ള ഈ ഇനിഷ്യൽ സ്റ്റേജിൽ 7 ആശുപത്രികൾ, 46 ക്ലിനിക്കുകൾ, 45 ഫാർമസികൾ, ഇതാണ് കവർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പദ്ധതിക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻപേഷ്യൻ ചികിത്സയ്ക്ക് 1000 ദിർഹം വരെ പരമാവധി പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ 20% പോളിസി ഉടമ വഹിക്കണം. ഔട്ട് പേഷ്യൻ വിഭാഗത്തിന് 25% ചിലവുകൾ.
പോളിസി ഉടമ വഹിക്കണം. മരുന്നുകൾക്ക് പരമാവധി ഇവിടെ പറയുന്നതനുസരിച്ച് വാർഷിക പരിധി 1500 ദിർഹം. ബില്ലുകളുടെ 30% പോളിസി ഉടമ നൽകണം. അപ്പൊ ഇതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് പോളിസി പ്രീമിയം 320 ദിർഹമാണ്. 64 വയസ്സ് വരെയുള്ളവർക്ക് മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. 64 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അവർക്ക് പോളിസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടും മെഡിക്കൽ ഡിസ്ക്ലോഷർ ഫോം ഒക്കെ വേണം. റീസെന്റ് മെഡിക്കൽ റിപ്പോർട്ടും കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ പോളിസി ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ 7 എമിറേറ്റ്സുകളെ കവർ ചെയ്തുകൊണ്ട് 46 ക്ലിനിക്കൽ 7 ആശുപത്രികളും ഈ സിസ്റ്റത്തിലുള്ളതാണ് ഇപ്പോൾ. അത് പിന്നീട് അത് തീർച്ചയായിട്ടും അതിനകത്തിലൊരു എക്സ്പാൻഷൻ വരും. കാരണം ഇത് കൂടുതൽ ഇപ്പം ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് 7 ആശുപത്രികൾ മാത്രമാണ് ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 46 ക്ലിനിക്കുകൾ, 45 ഫാർമസികൾ. പിന്നുള്ളത് ഇതിനകത്തിൽ ഇൻപേഷ്യൻ്റ് ചികിത്സയ്ക്ക് 1000 ദിർഹം പരമാവധി പരിധി. അതിൽ 20% പോളിസി ഉടമ ബിയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിന് 25% ചിലവുകൾ പോളിസി ഉടമ വഹിക്കണം. മരുന്നുകൾക്കെല്ലാം കൂടെ പരമാവധി വാർഷിക പരിധി 1500 ദിർഹം. ബില്ലുകളുടെ 30% പോളിസി ഉടമ നൽകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഈ വെബ്സൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബേസിക് ഇൻഷുറൻസ് പാക്കേജ് ആണ് 320 ദിർഹംസ് പെർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്രോണിക് ഇൽനസ് ഒക്കെ ഉള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ല അതിൽ. 1 മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് മെഡിക്കൽ ഇത് 1 മുതൽ 64 വയസ്സ് വരെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മെഡിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ 64 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ, മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ അവർക്ക് ഇവിടെ മെഡിക്കൽ ഡിസ്ക്ലോഷർ ഫോമും മെഡിക്കൽ റിപ്പോർട്ട്സും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പോളിസി അവൈൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പാക്കേജ് കവേഴ്സ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വിത്ത് 20% കോ പേയ്മെൻറ്റ്. ഇൻപേഷ്യൻ്റ് കെയറിന് നമ്മളിവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻപേഷ്യൻ്റ് കെയറിന് 1000 ദിർഹംസ് എന്ന്. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട് ഇൻപേഷ്യൻ്റ് മാക്സിമം ക്യാപ്പ് 1000 ദിർഹംസ് ആണ്. അത് മെഡിക്കേഷൻസ് ഉൾപ്പെടെയുള്ളതാണ്, മരുന്നുകൾ ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ ഇതിന് മുകളിലുള്ള ലിമിറ്റ്, ബിയോണ്ട് ദീസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി 100% ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വഹിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഔട്ട് പേഷ്യൻറ്റിന് നമ്മളിവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഔട്ട് പേഷ്യൻറ്റിന് 25% ചിലവുകൾ പോളിസി ഉടമ വഹിക്കും. അപ്പോൾ ഔട്ട് പേഷ്യൻ്റ് ചിലവ് എത്ര കിട്ടും? നമ്മളിവിടെ മേളിൽ 1000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപേഷ്യൻറ്റിന്, ഔട്ട് പേഷ്യൻറ്റിന് ഏകദേശം ആനുവൽ ക്യാപ്പ് എത്രയാണ്? 1500 ആണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ 7 ഹോസ്പിറ്റൽസ്, 46 ക്ലിനിക്ക് പറഞ്ഞാണ് നമ്മളിത്. മെഡിക്കൽ സെൻറ്റേഴ്സ്, ഫാർമസീസ്, അതുപോലെ തന്നെ തൊഴിലാളിയുടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻസ്, ഫാമിലിക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്, ഇത് ചിലവിൽ തന്നെ ഈ ബെനിഫിറ്റുകളെല്ലാം അവർക്ക് അവൈൽ ചെയ്യുന്നതാണ്. ഫാമിലി പോളിസി ഉണ്ട്. ഇൻഡിവിജ്വൽ, ഇപ്പം എല്ലാവരും ഫാമിലിയായിട്ട് അവിടെ ഉണ്ടാണെന്ന് നിർബന്ധമില്ല. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ പോളിസിയും ഫാമിലി ഉള്ളവർക്ക് ഫാമിലി പോളിസിയും അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് പറയുന്നത് ഈ ഇൻഷുറൻസ് പാക്കേജ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ചാനൽസാണ്. ദുബായ് കെയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് മറ്റ് ചാനലുകളിൽ കൂടെ അവർക്ക് ഈ പറഞ്ഞ പോളിസീസ് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിൽ ദാതാവ് എന്ന് പറയുന്ന കമ്പനി ഉടമയുടെ ഉത്തരവാദിത്തമാണിത്. അപ്പോൾ ആ കമ്പനി ഉടമയാണ് നമുക്ക് ഈ പോളിസി എടുത്തു തരിക എന്നുള്ളത്. പിന്നെ ഡൊമസ്റ്റിക് വർക്കർ ആണെങ്കിൽ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോളിസി എടുക്കേണ്ടതെങ്കിൽ ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ആ വീട്ടുകാരെ എംപ്ലോയർ നമുക്ക് വിളിക്കാം തൽക്കാലം. അപ്പോൾ ആ എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസി എടുത്തു തരിക എന്നുള്ളത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസ് ആർ റിക്വയർഡ് ടു പർച്ചേസ് ദ ന്യൂ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആസ് എ പ്രീറിക്വസിറ്റ് എന്നാൽ ഇതിനൊരു ഫോർ ഇഷ്യൂയിങ് ഓർ റിന്യൂവിങ് റെസിഡൻസി പെർമിറ്റ്സ് അല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്യണമെങ്കിലോ റിന്യൂ ചെയ്യണമെങ്കിലോ. റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2025 ജാനുവരി 1 മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള വിസ അല്ലെങ്കിൽ റെസിഡൻസി പെർമിറ്റ്സിന് ഇപ്പോൾ
എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ റിന്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? However, the mandate does not apply to employees with work permits issued before 1st January 2025. 2025 ജാനുവരി 1 മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള വർക്ക് പെർമിറ്റിന് ഇത് ബാധകമല്ല. ആൻഡ് വിൽ ഓൺലി ബിക്കം മാൻഡേറ്ററി വെൻ ദ റെസിഡൻസി പെർമിറ്റ്സ് ആർ ഡ്യൂ ഫോർ റിന്യൂവൽ. അത് റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ആരോഗ്യ ഡേറ്റാബേസ് ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഈ ഡേറ്റാബേസ് ശക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സിമ്പിളായിട്ട് അവിടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ, ഹെൽത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം, ഏത് രാജ്യത്ത് ഏത് നയം അവരുടെ ഗവൺമെൻറ് ഒരു പുതിയ പോളിസി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആ പോളിസിയുടെ ലക്ഷ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണെന്നിരിക്കെ അതിൻ്റെ പിന്നിൽ അവർക്ക് വേറൊരു ലക്ഷ്യം കാണും. തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പോളിസി അല്ലെങ്കിൽ ഒരു പരിപാടി, പ്രോഗ്രാം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ഗവൺമെൻറ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഡിമോണിറ്റൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കും, ഇതിൻ്റെ പ്രയോജനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത മറ്റൊരു തലം ഉണ്ടായിരിക്കും അതിന്. അത് ഈ ഡിമോണിറ്റൈസേഷൻ മാത്രമല്ല, ഏതൊരു പോളിസി ഇനിഷ്യേറ്റീവ് ആയാലും എല്ലാ രാജ്യത്തും ഇങ്ങനെയാണ്. കാരണം ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ വന്ന് പൂർണ്ണമായിട്ടും സത്യം പറയത്തില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ പറയുന്നത് അല്ലാത്ത മറ്റൊരു തലവും മറ്റൊരു മാനവും എല്ലാ പ്രധാനപ്പെട്ട പോളിസികളുടെ എല്ലാം കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ 100% എംപ്ലോയീസിനും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതിനകത്തിൽ ഗ്ലോബൽ അല്ലെങ്കിൽ വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും ഇൻഷുറൻസ് കമ്പനിയും എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുള്ളൊരു ഇക്കോസിസ്റ്റത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ജനങ്ങളുടെ ഡേറ്റാബേസ്, എസ്പെഷ്യലി ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റാബേസ് ഉണ്ടാക്കുക. പിന്നെ അതിൽ നിന്ന് അവർക്ക് കൂടുതൽ മുൻപോട്ടുള്ള അവരുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നയപരിപാടികൾ ഉണ്ടാക്കുവാനും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും ഇൻഷുറൻസ് കമ്പനീസും എല്ലാം അവർക്ക് അവരുടെ പുതിയ പുതിയ ബിസിനസ് മേഖലകൾ കണ്ടെത്താനൊക്കെയുള്ള ഒരു തീർച്ചയായിട്ടുള്ളൊരു ഉപാധി മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെയും കൂടെ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടും. അത് ജനങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ പ്രയോജനകരവുമാണ്, എല്ലാ രാജ്യത്തായാലും ശരി. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിതിനെ വീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ഒരു രാജ്യത്തെ ഒരു പൗരനും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യക്തികൾക്ക് അതനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ UAE-യിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ UAE-യിൽ ജോലി ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ അവിടെ ജോലി കൊടുക്കുന്ന എല്ലാ എംപ്ലോയേഴ്സിനും ഈ നിയമം ബാധകമാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നമുക്ക് നിയമ ലംഘനങ്ങളോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ രാജ്യത്തൊക്കെ നടത്തുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തൊക്കെ നടത്തുന്ന പോലെ ഈ രാജ്യങ്ങളിലൊന്നും നടത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. അവിടെ നിയമത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരും ജോലി കൊടുക്കുന്നവരും എല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ നിയമത്തെ അനുസരിച്ച് ഒബീഡിയൻ്റ് ആയിട്ട് നിന്നുണ്ട് ഈ നിയമം അതാത് കമ്പനികളിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നമ്മുടെ UAE ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ UAE-യുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ജാനുവരി 1 വന്നൊരു റിപ്പോർട്ടാണിത്. അപ്പോൾ ഇത് നേരത്തെ അബുദാബിയിലും ദുബൈയിലും മാത്രമേ ഉള്ളൂ. ഇപ്പം UAE-യിൽ മൊത്തമായിട്ട് വ്യാപകമായിട്ട് ഈ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് UAE ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതോടുകൂടി UAE-യിൽ വർക്ക് ചെയ്യുന്ന 100% എംപ്ലോയീസിനും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എംപ്ലോയീസിനും ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ
ലഭിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജിൻ്റെ പരിധിയിൽ കൊണ്ടുവരത്തക്ക രീതിയിലായിരിക്കും ഈ നിയമം ഇനി മുതൽ അവിടെ നടപ്പിലാകുന്നത്. ആരും ഇതിൽ നിന്ന് പുറത്ത് ഇല്ല. നേരത്തെ അബുദാബിയും ദുബായ് മാത്രമുള്ള എംപ്ലോയീസ് മാത്രമേ ഉള്ളായിരുന്നു. മറ്റുള്ള എമിറേറ്റ്സിലെ എംപ്ലോയീസിന് ഈ പറഞ്ഞ നിയമം അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് കവറേജ് പരിരക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി UAE-യിലുള്ള 100% എംപ്ലോയീസും ഈ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസിൻ്റെ കവറേജ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും അവർക്ക് ഇനിയും മുതൽ ലഭിക്കുന്നതാണ് എന്നുള്ളതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.